ഓപ്പറേഷൻ കഴിഞ്ഞു. എന്തായി? സക്സസ്. അപ്പോ 100% വിജയം. ഒരു കുഴപ്പമില്ല. രേവതിയുടെ ഹൃദയം എൻ്റെ കൈകളോട് സഹകരിച്ചു. ഹൃദയത്തിനും കൈകൾക്കുമിടയിൽ ഈശ്വരൻ്റെ അദൃശ്യമായൊരു സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞു. Now she is perfectly all right. ഇതെൻ്റെ മാത്രം കഴിവല്ല, എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പുണ്യമാണ്. മോളെ, അമ്മേ രക്ഷിച്ചു മോളെ. ഈശ്വരൻ കൈവിട്ടില്ല നമ്മളെ. ഓപ്പറേഷൻ കഴിഞ്ഞു. കൊച്ചിന് ഒരു കുഴപ്പമില്ല. ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവാനുഗ്രഹമുള്ള ഡോക്ടർ അത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നമ്മുടെ രച്ചുവിനെ രക്ഷിച്ചതമ്മേ. നേരാ മോളെ. ഈശ്വരനെ വിളിച്ചു വരുത്തുന്ന മനസ്സാ ഡോക്ടറുടേത്. നമ്മളൊന്നുമല്ല. ഇതുപോലെ ജീവൻ രക്ഷിക്കുന്നവരാ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടത്. കിടക്കാൻ പോവാണോ? പിന്നല്ലാതെ. സൺഡേ നമുക്ക് ഓഫാണെങ്കിലും മെയിൽ ഒരുപാട് വന്ന് നടക്കും. അതുകൊണ്ട് തിങ്കളാഴ്ച പിടിപ്പത് പണിയാ. രാവിലെ എണീറ്റ് മെയിൽ മുഴുവൻ ചെക്ക് ചെയ്യണം. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാ? ഞാനിങ്ങനെ ഇരുന്നാ മതിയോ? നീയും കിടന്നു, അങ്ങനെയല്ലേ പതിവ്. അനന്ത് തമാശ കാണാ. ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നാ മതിയോ? ഓഫീസിലേക്ക് വരണ്ടേ? വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയ്ക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ വരണ്ടെന്നാണോ? ആഗ്രഹത്തിന്റെ അല്ല, അമ്മ ഒരു കാര്യം തീരുമാനിച്ചതാ. ആ അമ്മയുടെ മകനല്ലേ അനന്തു. തീരുമാനം മാറോന്നാ എനിക്കറിയേണ്ടത്. എന്ത് തീരുമാനം? ദേ, വെറുതെ പൊട്ടം കളിക്കല്ലേ അനന്തു. അമ്മ സമ്മതിച്ചില്ലെങ്കിലും നീ ഓഫീസിൽ വന്നിരിക്കുമെന്ന് അനന്തു അല്ലേ എന്നോട് പറഞ്ഞത്? ശരിയാ, പക്ഷെ അമ്മ അവസാനം സമ്മതിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനി എന്ത് വേണം? അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയെ ധിക്കരിക്കേണ്ടി വരും. വേണം. ഞാനൊരു ഭാര്യയാണെന്നും എനിക്കും ആത്മാഭിമാനം ഉണ്ടെന്നും ബോധ്യമുണ്ടെങ്കിൽ അനന്ത് നാളെ അമ്മ പറയുന്നത് അനുസരിക്കരുത്. നീ വിചാരിക്കുന്ന പോലെയല്ല, അത് വലിയ വഴക്കാവും. ആവട്ടെ, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാനല്ലേ, അല്ലാതെ വലിയ അപരാധമൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു വരുന്നത്? എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഭർത്താവല്ലാതെ മറ്റൊരാളും എന്റെ കാര്യങ്ങൾ തീരുമാനിക്കരുത്. നാളെ ഞാൻ ഓഫീസിൽ വരും, ആര് തടഞ്ഞാലും ഇല്ലെങ്കിലും. അനന്തു എന്റെ കൂടെ നിന്നില്ലെങ്കിൽ അനന്തുന്റെ കൂടെ ഞാനും ഉണ്ടാവില്ല. ജീവിതത്തിൽ അമ്മ മാത്രം മതിയെങ്കിൽ ആവാം. തീരുമാനിക്ക. നിനക്കെന്താ കണ്ണു കണ്ടൂടെ വനിത? അതെനിക്ക് മനസ്സിലായി, കണ്ണും കാണും. അതല്ല, എന്നെ തരം താഴ്ത്താൻ വേണ്ടിട്ടല്ലേ അമ്മ അടുക്കള കയറി പാല് കാച്ചിയത്? തരം താഴ്ത്താനൊന്നുമല്ല. ഒരു ഗ്ലാസ് ചായ ചോദിച്ചാൽ ഒന്നുകിൽ നീ മുളക് പൊടി കലക്കി തരും, അല്ലെങ്കിൽ ഉള്ളിലെ ദേഷ്യം അടക്കി പിറുവിറുക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ
ഉടനെ വീട് വിട്ട് ഇറങ്ങിപ്പോവും. അമ്മേ, കഴിഞ്ഞതൊന്നും പറഞ്ഞ് വെറുതെ എന്നെ അമ്മ വേദനിപ്പിക്കരുത്. പുതിയൊരു മൈതിലെ ജന്മം കൊണ്ട് കഴിഞ്ഞു. അറപ്പുരയുടെ അവകാശം അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയിലെ അവകാശം എനിക്കാ. ഞാനിവിടുത്തെ മൂത്ത മരുമോളല്ലേ. പാല് ഞാൻ എടുത്തു തരാം. ഇപ്പൊ ഞാൻ എടുത്തു പോയില്ലേ? ദേ, മേലിൽ അടുക്കളയിൽ കയറി പോവരുതേ. എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു തരാൻ ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്നതേ അമ്മ ഇനി മുതൽ കഴിക്കാവൂ. ഞാൻ വേറെ പാലെടുത്തോണ്ട് വരാം. ഇവളെന്നെ പട്ടിണിക്കിട്ട് കൊല്ലുവോ? ആനന്ദേ, താലിമാല വരെ കഴുത്തിന്ന് ഊരി അഭിരാമി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു. ഇനി എന്താ നിന്റെ പരിപാടി? എനിക്കറിയില്ല ഉണ്ണിയമ്മേ. നീരൊഴുക്കപ്പെട്ട പൂങ്കുതടിക്ക് പോലും ഏതെങ്കിലും ഒരു കരക്കടിയാം. എനിക്കങ്ങനെ പോലൊരു സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും കൃത്യമായ തീരുമാനം എടുക്കണം. ദേ, അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. ഇല്ല ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മയ്ക്ക് പോലും പ്രതീക്ഷിക്കാനൊരു മോളുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവള് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം ഉണ്ണിയമ്മയ്ക്ക്. എനിക്കങ്ങനെ ആരുമില്ല. ഇത്രയ്ക്ക് നിരാശയുണ്ടോ നിനക്ക്? ഉണ്ണിയമ്മേ, ഇത് നിരാശയല്ല. ഒരു സത്യം ഇങ്ങനെ മനസ്സിലിരുന്ന് പുകയുന്നതാ. അതിന് പരിഹാരം കാണണം. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക്. ചിന്തിക്കാം. പക്ഷേ അതിന് മനസ്സ് സമ്മതിക്കണ്ടേ? അഭിരാമി വളരെ പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് അങ്ങ് ചിന്തിച്ചു. സത്യത്തിൽ അത് നല്ലതാ. അങ്ങനെയുള്ളവർക്ക് ജീവിതം ഉണ്ടാവും. ഒക്കെ എനിക്കറിയാം. പക്ഷേ കഴിയണില്ല. ഉണ്ണിയമ്മേ, ഒരു പ്രണയം പോലും കൊണ്ട് നടന്നിട്ടില്ല ഞാൻ ഇതുവരെ. മനസ്സ് മുഴുവൻ താലി കെട്ടുന്ന പെണ്ണിന് വേണ്ടി കരുതി വെച്ചു. ബാലാമണിയെ നീ സ്നേഹിച്ചിരുന്നില്ലേ? അഭിരാമിക്ക് മുമ്പ് മനസ്സ് കൊടുത്ത് അവൾക്കായിരുന്നില്ലേ? അത് പിന്നെ ഉണ്ണിയമ്മേ, ഒന്നും പറയണ്ട. അവൾ ഒറ്റയ്ക്ക, ഒറ്റപ്പെട്ട് ജീവിക്കുക, ആലോചിക്കുക. ആനന്ദിനോട് പിണങ്ങിയപ്പോഴും വീട് വിട്ടു പോന്നപ്പോഴും ബന്ധം വേർപെടുത്തിയപ്പോഴും ഒക്കെ മനസ്സിൽ ആനന്ദിന്റെ രൂപം ഉണ്ടായിരുന്നു. അകലം തോറും ഏതോ ചരടുകൊണ്ട് ബന്ധിപ്പിച്ചതുപോലെ ഒരടുപ്പം. ഇപ്പോഴാ അച്ഛാ എനിക്ക് മനസ്സിലായത്. അകലം തോറും അടുപ്പിക്കുന്നത് എന്റെ ഹൃദയത്തോട് തൊട്ടുകിടന്ന താലിച്ചരടായിരുന്നു. കഴുത്തിൽ കിടക്കുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയില്ല. ഊരിക്കൊടുത്തു കഴിയുമ്പോഴ പിന്നെ ശുദ്ധശൂന്യായി പോവും മനസ്സ്. സാരമില്ല മോളെ. ശ്വാസം മുട്ടിക്കുന്ന ഒരു ചരട് പൊട്ടിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇനിയുണ്ടല്ലോ ജീവിതം. മരണം വരെ കഴുത്തിലണിയാവുന്ന ഒരു താലി ഇനി വരും. ജീവിതം ആദ്യം മുതൽക്ക് തുടങ്ങാം അല്ലേ അച്ഛാ? എന്നെ കൊണ്ട് കഴിയൂ അതിന്? കഴിയും മോളെ. നിന്നെക്കൊണ്ടേ അതിന് കഴിയൂ. ഒരിക്കൽ കിട്ടാതെ പോയ ജീവിതം ഇനി നീ വാശിയോടെ നേടിയെടുക്കണം. ഇല്ലെങ്കിൽ സഹതപിക്കാൻ വരുന്നവരൊക്കെ കൂടി തകർത്ത് കളയുന്നത് നിന്റെ സ്വപ്നങ്ങളെ ആയിരിക്കും. നേരെ അച്ഛാ. ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിനോട് സമൂഹം കാണിക്കുന്ന സഹതാപം വെറും കള്ളത്തരോ? എനിക്ക് വേണ്ട അത്.
ജീവിക്കണം. പെറുക്കി കൂട്ടിവെച്ച കുപ്പിവിള പൊട്ടുകൾ പോലെ എനിക്കും പെറുക്കി കൂട്ടിവെക്കണം. ചിതറിത്തെറിച്ചുപോയ എന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ. തലക്കുറി ഒത്തുനോക്കി, ദോഷമില്ല, പൊരുത്തമുണ്ട്. ഇനി വേണമെങ്കിൽ ജാതകം കൂടി ഒന്ന് നോക്കാം. വേണ്ടെന്നേ, ഈ ജാതകത്തിലൊന്നും വലിയ കാര്യമില്ല. ഇവളുടെ ജാതകം എഴുതി വെച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. 8 ചൊവ്വാന്നൊക്കെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയേനെ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഈ ജന്മത്ത് എനിക്ക് കല്യാണം വേണ്ട. ആണുങ്ങളെ കാണുന്ന തന്നെ എനിക്ക് വെറുപ്പാ. ഇങ്ങനെ കടുപ്പിച്ച് പറയില്ല ചേച്ചി. ഞാനും അമ്മാവനൊക്കെ ആണുങ്ങളല്ലേ, ഞങ്ങളോട് ദേഷ്യമാണോ? നിങ്ങളെയൊക്കെ സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കല്യാണത്തിന്റെ കാര്യമാടാ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാ, ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ടോ? ഇല്ലില്ല, ആരെയും വിളിച്ച് ഒരു ആർഭാടം കാണിക്കണ്ട. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ആ സിംപ്ലിസിറ്റി എൻ്റെ കല്യാണത്തിൽ ഉണ്ടാവണം. ഇവിടുത്തെ ഓർഫനേജിൽ അന്നത്തെ ദിവസം അനാഥ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാം, അത് മതി. അല്ല, ബന്ധുക്കളൊക്കെ അറിയിക്കണ്ടേ? എന്തിനാ അമ്മാവ വന്നിരുന്നിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് പോവാനോ? അത്രയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധുക്കളെ മാത്രം വിളിക്കുക, അത് മതി. എന്താന്ന് വെച്ചാ അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് വിടുക. ഞങ്ങൾക്കൊന്നിനും ഒരു എതിർപ്പും ഇല്ല. നീ ഓഫീസിലേക്ക് വരാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. ഞാനൊരു തീരുമാനം എടുത്താ അതിന് മാറ്റമില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞു വന്നാൽ പോരെ കവിത? അപ്പോഴേക്കും അമ്മ ഒന്ന് തണുക്കുകയും ചെയ്യും. അതൊന്നും പറ്റില്ല അനന്തു. 3-4 ദിവസം പോവാതിരുന്നാ അമ്മ അനുസരിച്ചു എന്നേ വിചാരിക്കൂ. പിന്നെ ഒരു ദിവസം പോകാൻ ഇറങ്ങിയ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. എന്ത് നടന്നാലും അത് ഇന്ന് നടക്കണം. രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. മുഖത്ത് നോക്കി ധിക്കാരം പറഞ്ഞ എപ്പ അമ്മ അടിയൊന്നും ചോദിച്ചാൽ മതി. അനന്ത് വേണമെങ്കിൽ അടി കൊണ്ടോ, ഞാൻ കൊള്ളില്ല. അനന്ത് ഒഴിച്ച് ആരെന്നെ തല്ലിയാലും ഞാൻ തിരിച്ചു തല്ലും. നീ അമ്മയെ തല്ലൂ? എന്നാ ഇവിടെ കൊലപാതകം നടക്കും. ഞാൻ അമ്മയെ കൊല്ലാനോ? അത് ശരിയാവില്ല. അത് പിന്നെ കേസാവില്ലേ? തമാശ പറഞ്ഞതാ. ഞാൻ കാര്യം പറഞ്ഞതാ അനന്തു. എന്നെ തല്ലിയാ ഞാൻ തിരിച്ചു തല്ലും. അത് അമ്മയായാലും ശരി, ഏത് മഹാരാജാവായാലും ശരി. ഓഹോ, അപ്പൊ നീ തല്ലാൻ തുടങ്ങിയ അനന്തു അതിന് സമ്മതിക്കരുത്. അല്ലെങ്കിലും ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഭാര്യ തല്ലുകൊള്ളുന്നത് ഭർത്താവിന് നാണക്കേടല്ലേ? അനന്തു വാ. ഈശ്വര, ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. എവിടെ പോകുന്നു? ഓഫീസില്. നിനക്കെന്താ ഓഫീസിൽ കാര്യം? കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ജോയിൻ ചെയ്ത കാര്യം? അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പോവണ്ടാന്ന്. എന്റെ ഭർത്താവ് പറഞ്ഞു പൊയ്ക്കോളാൻ. ഞാൻ ആര് പറയുന്നതാ കേൾക്കേണ്ടത്? ഞാൻ പറയുന്നത് കേൾക്കണം. നീ മാത്രമല്ല, ഇവനും. ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഈ പടി വിട്ടിറങ്ങരുത് ഒരാളും. അതെന്റെ ഭർത്താവല്ലേ പറയേണ്ടത്. ഇതെന്താടാ ഇത്? നിന്റെ വായിലെന്താ നാക്കില്ലേ? കേറി പോവാൻ പറ ഇവളോട്. എന്താ അനന്തു, കേറി പോണോ ഞാൻ? അത് പിന്നെ അമ്മ, ഇവളും കൂടെ ഓഫീസിലുള്ളതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. നിനക്ക് തോന്നിയ പോരല്ലോ, എനിക്ക് തോന്നണ്ടേ? ഈ അഴകത്തൊരിയില അനങ്ങണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. കവിതേ, നീ പടി വിട്ട് പുറത്തിറങ്ങിയാൽ എന്റെ തനി സ്വഭാവം അറിയും. നീ എന്നെ തടഞ്ഞ എന്റെ തനി സ്വഭാവം നിങ്ങളും അറിയും. എന്നെ കാണിക്കടി, കാണട്ടെ നിന്റെ അഹങ്കാരം. പറഞ്ഞ അനുസരിക്കല്ലേ? അനന്തു, എന്റെ അമ്മയ്ക്ക് ഇത്ര വേണമെങ്കിലും തല്ല, എന്റെ ഭാര്യയെ തല്ലരുത്. അതിന് ഞാനുണ്ട്.
കൈക്കാടാ നീ പിടിച്ചത്? ആരെയാ നീ തടഞ്ഞത്? മാപ്പ് പറയടാ, അമ്മയോട് മാപ്പ് പറയടാ. എന്തിന്? അതിന് മാത്രം എന്ത് തെറ്റാ അനന്ത് ചെയ്തത്? ഭാര്യ തല്ലിയ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭർത്താവല്ല അനന്തു. ഭാര്യ എന്നടി ഉണ്ടായത്? അമ്മയാ ലോകത്തിലെ ഏറ്റവും വലുത്. അമ്മയോട് മാപ്പ് പറയടാ, അല്ലെങ്കിൽ എന്റെ കൈ നിന്റെ മുഖത്ത് വീഴും. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ ഭർത്താവിനെ തല്ലിയ എന്റെ കൈ നിങ്ങളുടെ മുഖത്തും വീഴും. അനന്തു വാ. രേവതിയുടെ ആൾക്കാരാരാ? രേവതിക്ക് ബോധം തെളിഞ്ഞു. ബ്രീത്തിങ് ലെവൽ ഒന്ന് ശരിയായാൽ മതി. ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല, കുറച്ചു കഴിയുമ്പോ ഡോക്ടർ പറയും. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. കണ്ടില്ലേലും വേണ്ടില്ല, കൊച്ചിന് പെട്ടെന്ന് സുഖമായാൽ മതി. അവൾക്ക് ഒരു കുഴപ്പമില്ല, നേഴ്സ് പറഞ്ഞു കേട്ടില്ലേ അമ്മേ? രാഘവന്റെ അനിയത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി, ഇപ്പൊ ഐസിയുല. രക്ഷപ്പെടുമോ ആ പെങ്കൊച്ച്? രക്ഷപ്പെടുമെന്നാ ഞാൻ അറിഞ്ഞത്. രക്ഷപ്പെടുമെന്ന് രാഘവൻ വിശ്വസിച്ചിരിക്കുമ്പോൾ തന്നെ മരണവും സംഭവിക്കണം. അത് ഞാനാ ചെയ്തതെന്ന് രാഘവൻ അറിയുകയും വേണം. അതിനെന്താ പോയിട്ട് വേണ്ടത്? ഹോസ്പിറ്റലിൽ കയറണം, പ്രത്യേകിച്ച് ഐസിയുവിൽ. ആ, ഞാൻ പൊയ്ക്കോളാം. ഈ രൂപത്തിലല്ല, ഈ ഭാവത്തിലുമല്ല. പിന്നെ സാധാരണ ഒരാൾക്ക് ഒരിക്കലും ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കടന്നേ പറ്റൂ. എത്ര കഷ്ടപ്പെട്ടാലും എന്റെ അനിയന്റെ ചോരയ്ക്ക് രാഘവന്റെ അനിയത്തിയുടെ ചോര കൊണ്ട് ഞാൻ കണക്ക് പറയും. ലീഗലി ഒരു പ്രോബ്ലം ഉണ്ടാവില്ല സർ. ഈ മേമത്തായി നമ്മൾ ഉദ്ദേശിച്ചിലും കൊള്ളാവുന്ന കച്ചവടക്കാരനാ. കൈ കൊടുത്താൽ ചിലപ്പോ കോടികൾ തടയും. വേണ്ടാന്ന് വെക്കണ്ട. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം കറക്റ്റാ, ഞാൻ വെരിഫൈ ചെയ്തു. താൻ ഉറപ്പ് പറഞ്ഞാൽ ഞാൻ ഓക്കെ. നമുക്ക് മേമൻ മത്തായിട്ട് ഈ ഡീൽ ഉറപ്പിക്കാം അല്ലേ? സൈൻ ചെയ്തേക്കട്ടെ? ധൈര്യമായിട്ട് സൈൻ ചെയ്തോളൂ. ആ, ഓക്കെ. മോളെ, മിഥുന മാസം 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10-നും 10:30 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ വിവാഹം ശുഭം. എന്താ അങ്ങനെ തീർച്ചപ്പെടുത്തുകയല്ലേ? അതെ, സമ്മതം. എവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചാൽ മതി. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നടത്താം. ഞങ്ങളുടെ എന്ത് നല്ല കാര്യവും തുടങ്ങുന്നത് അവിടെ വെച്ചാ. എങ്കിൽ പിന്നെ അവിടെ വെച്ചങ്ങ് നടത്താം അല്ലേ മോളെ? ആ, എല്ലാവരും കൂടി തീരുമാനിച്ചാൽ മതി. അങ്ങനെ തന്നെ തീരുമാനിച്ചോളൂ വസുമതി അമ്മേ. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതം.
ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ആനന്ദമായി ജീവിതം തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ആ ജീവിതം ഇട്ടെറിഞ്ഞു പോരേണ്ടി വരുമെന്ന്. പിന്നെ ഒരു വിവാഹമേ വേണ്ടെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അതും സംഭവിക്കുക. ആദ്യം കാർത്തികിനെ കാണുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. പക്ഷേ എൻ്റെ കാര്യം നേരെ തിരിച്ച. അഭിയെ പരിചയപ്പെട്ടത് മുതൽ എൻ്റെ മനസ്സിൽ അഭി മാത്രമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സൂചന പോലും കാണിച്ചില്ല കാർത്തിക്. അത് മനഃപൂർവ്വമായിരുന്നു. എന്നെങ്കിലും അഭി ഭർത്താവുമായിട്ട് ഒരുമിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. അഭി അല്ലെങ്കിൽ അഭിയെപ്പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. ശരിക്കും അഭിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ തക്ക രൂപവും സ്വഭാവവും ഒക്കെ ഉണ്ട് കാർത്തിക്കിന്. പക്ഷേ ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാ വെറുപ്പില്ലായിരുന്നു. ഇനിയാ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. അതിന് കാർത്തിക് എന്നെ സഹായിക്കണം. അഭി പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ആനന്ദിനെ മറക്കണം. കഴിഞ്ഞ 4-5 മാസങ്ങൾ മറക്കണം. ജീവിക്കണം എനിക്ക് കാർത്തിക്കിൻ്റെത് മാത്രമായിട്ട്. ഞാനുണ്ടാവും കൂടെ എൻ്റെ മരണം വരെ.